ഞങ്ങളെ ഇന്നത്തെ എൻഗേജ്മെന്റ് ബ്രൈഡ് ആട്ടോ ഡീനല്ലേ ഡീന ഡിക്സൺ പേര്. എനിക്കൊരു സാൻഡ്ര വിൽസൺ എന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് പഴയ ബ്രൈഡ് ഉണ്ടായിരുന്നു, ആ പേര് നല്ല വൈഡ്. എങ്ങനെയൊക്കെ ഡീനൊക്കെ എങ്ങനെയൊക്കെയാ വേണ്ടേ? എനിക്ക് തന്നെ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യണം, പിന്നെ ഫുൾ കവറേജ്, പക്ഷെ അതിന്റെ ബ്രൗൺ സ്കിൻ ഉണ്ടാവുന്ന രീതിയിൽ. സ്കിൻ ടോൺ ഒന്നും കാര്യമായിട്ട് മാറുന്നുണ്ടോ? പക്ഷെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേ. ഓക്കെ. ഗവൺമെന്റിലോ ലെഹങ്ക അല്ലേ? ഓഫ് വൈറ്റ് അല്ലേ വരുന്നത്? ഒരു ഐവറി ഷെയ്ഡ്. ഓക്കെ ഓക്കെ. ഇതിലോട്ട് പോകുന്ന സ്റ്റൈൽ അല്ലേ? അപ്പൊ അവിടെ എനിക്ക് ഈ ഒരു ലുക്കാണ് ഡ്യൂയേറ്റ് ബ്ലൂ ആയിട്ട് ഫീച്ചേഴ്സ് ഒന്ന് ഹൈലൈറ്റഡ് ആയിട്ട്. You made her look very pretty. അടിപൊളിയായിരുന്നു മേക്കപ്പ്. ഓക്കെ, ഇതാണ് പ്രൊഫൈൽ. ഫസ്റ്റ് എൻ്റെ ഫ്രണ്ടാണ് ബിക മലീഷ എന്ന് പറഞ്ഞിട്ട്. 2018 പുള്ളിയുടെ കുറച്ചൊക്കെ. AC-യിലാവുമ്പോൾ നമുക്ക് എത്രയായാലും അത് വ്യത്യാസം വരില്ല. ആ ഒരു ഇത് അതുപോലെ തന്നെ സൈക്കോളജി അസിസ്റ്റന്റ് പ്രൊഫസറാണ്. പിന്നെ സെക്കൻഡ് ഹാർട്ട് സേവന. ഹെയർ ഡു ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരുപാട് ബേബി ഹെയർസ് ഉണ്ടാവും. ആ ബേബി ഹെയർസ് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണത്. വാക്സ് സ്പ്രേ എന്നാണ് പറയാം. ഇത് ഷെസ്കോഫിന്റെ ഓസിസ് റേഞ്ചിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. നമ്മൾ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബേബി ഹെയർസ് പൊങ്ങി നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ ഒതുക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ? കോംബ് ഇതിന് പക്ഷെ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫുൾ ചെയ്തിട്ട് ചെയ്യാനും പറ്റും. അതേ സ്ഥാനത്ത് ഈ ബേബി ഹെയർസ് പൊങ്ങി നിൽക്കുന്നത് മാറി കിട്ടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു മെസ്സി ലുക്ക് വരില്ല.
കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുവരെ ഇഷ്ടംപോലെ സംസാരിച്ചിരുന്നത്. ഗുഡ് വൈബ് ആക്ച്വലി. ഇനിയിപ്പൊ സംസാരിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹാപ്പി വിത്ത് മേക്കപ്പ്. ഓക്കെ, ഇങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത്. അതെ അതെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. മീറ്റ് യു.